പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജിയുടെ 27ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ആൻസറോ ആണ്. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് 2024 അതിനുശേഷം എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം അവർ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലുകളും മാറ്റം വരുന്നുണ്ട്. ഈ 60%ൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് 27ാമത്തെ ചാപ്റ്റർ. അതിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു. ഇനി 1 മാർക്കിൻ്റെ വിവിധ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ച് ദ ഫോളോവേഴ്സ്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം പുതിയ സിലബസ് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും അത് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആൻസർ ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം എന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ എഴുതാനുണ്ടാവും, 1 വേർഡ് ആൻസർ ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ഇപ്പോൾ ഇത് 27ാമത്തെ ചാപ്റ്റർ ആണ്. 27.1, 27.2, 27.3 എന്നാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നന്നായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ ആയി തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അത് മലയാളത്തിൽ എഴുതുന്നവരും അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. കാരണം ഗൈഡിൽ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഞാനൊരു 8 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും 4 മാച്ച് ദ ഫോളോയിങ്സ് ആണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കും. ഫസ്റ്റ് പക്ക ഫുഡ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഡാഷ് ആണ്. പക്ക ഫുഡ് ഈസ് പ്രിപ്പയർഡ് ഇൻ എന്താണ്, ഗീ ആണ്, നെയ്യ് കൊണ്ടാണ്. രണ്ടാമത്തത് ദി ഓക്കുപേഷൻ ഓഫ് ബ്രാഹ്മൺ ഈസ് എന്താണ്, പ്രസ്റ്റുഡ്, പൗരോഹിത്താണ്. ബ്രാഹ്മണന്മാർക്ക് തൊഴിൽ തന്നെ പൗരോഹിത്യം വഹിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ അൺടച്ചബിൾ ആർ ടുഡേ ഐഡന്റിഫൈഡ് ആസ് ഡയലിറ്റ് ആണ്. നാലാമത് മെമ്പർഷിപ്പ് ഓഫ് എ കാസ്റ്റ് ഈസ് ഹെറിഡിയാട്രി. കാസ്റ്റ് ജാതിയിൽ വരുന്ന മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ഹെറിഡിയാട്രി എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, പാരമ്പര്യമായി ലഭിക്കുകയാണ്. അഞ്ചാമത് സാംസ്കൃതൈസേഷൻ മീൻസ് ഡാഷ് കാസ്റ്റ് ആണ്, ബിക്കമിങ് ഹൈ കാസ്റ്റ്. സാംസ്കൃതൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോവർ കാസ്റ്റ് ബിക്കം ഹയർ, അല്ലെ, ഉയർന്ന താഴ്ന്ന തരത്തിലുള്ള ജാതി വ്യവസ്ഥ ഉയർന്ന ജാതിയിലേക്ക് മാറുന്ന ഒരു വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് സംസ്കൃതൈസേഷൻ എന്ന് പറയുന്നത്. ആറാമത് വെസ്റ്റേണൈസേഷൻ മീൻസ് അഡാപ്റ്റിംഗ് ടു ഡാഷ് വാല്യൂസ് ആണ്, വെസ്റ്റേൺ വാല്യൂസ് ആണ്. പടിഞ്ഞാറ് ഭാഗത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ വാല്യൂസ് ആണ് വെസ്റ്റേണൈസേഷൻ വരുന്നത്. മോഡേണൈസേഷൻ ഹാവ് ഡാഷ് ഔട്ട്ലുക്ക് ആണ്. മോഡേണൈസേഷനിൽ എന്ന് പറഞ്ഞാൽ ഒരു റേഷണൽ ഔട്ട്ലുക്ക് ആണ്, യുക്തിപരമായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആണ് വരുന്നത്. അത് ഈ ഡോമിനന്റ് കാസ്റ്റ് ആസ് എ ഡാഷ് പോപ്പുലേഷൻ ആണ്. ഡോമിനന്റ് കാസ്റ്റ് ആസ് എ ലാർജ് പോപ്പുലേഷൻ ആണ് വരുന്നത്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. പാൻ ഇൻഡിക്ക് ഏതാണ് വരുന്നത്, അതൊക്കെ ഓരോന്നും അതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്ന് നമുക്ക് പറയാം. പാൻ ഇൻഡിക്ക് എന്ന് പറയുന്നത് വർണ്ണയാണ് ഇതിൽ വരുന്നത്, പാൻ ഇൻഡിക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റാറ്റസ്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. അൺടച്ചബിൾ എന്ന് പറയുമ്പോൾ ഡാഡിറ്റ് ആണ്. അടുത്തത് 4000 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജാതിയാണ്. ജാതി എന്ന് പറയുന്നത് 4000 ഗ്രൂപ്പുകളാണ്. ഇങ്ങനെയാണ് വരുന്നത്. പരമാവധി 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ വേണമെങ്കിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി പിന്നെ വരുന്ന 2 മാർക്കും 3 മാർക്കും 4 മാർക്കും 5 മാർക്കും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം ഒന്നാണ്. ഓക്കെ, ഈ മലയാളത്തിൽ എഴുതുന്നതിൻ്റെ ഗൈഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാ വിഷയത്തിൻ്റെ ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ എല്ലാ വിഷയത്തിൻ്റെയും പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ക്ലാസ്സുകൾ നമ്മൾ അവതരിപ്പിക്കും. അതേപോലെ തന്നെ NSന്റെ SSLC +2 അഡ്മിഷൻ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട്, അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതികൾ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ +2 SSLC അഡ്മിഷന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്ക് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.